യെസ്, ഇപ്പോൾ വാർത്തയോട് പ്രതികരിക്കാൻ SFI ഡൽഹി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നോയൽ ചേരുന്നുണ്ട്. ശ്രീ നോയൽ, എന്താണ് ഈ മലയാളി വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിരിക്കുന്നത്? പോലീസും അതിന് കൂട്ടുനിന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു സംഭവം? അതെ, സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾക്കാണ് ഈ മോശാനുഭവം ഉണ്ടായത്. അവര് ലാൽക്കില ഭാഗത്തായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും മറ്റും മാർക്കറ്റിങ്ങിനും മറ്റുമായിട്ട് പോയപ്പോ അവിടെ ഒരു ലോക്കൽ വന്നിട്ട് ആദ്യം അവരുടെ അടുത്ത് ആപ്പിൾ ഐഫോൺ ഉണ്ട്, മേടിക്കുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് 2 മിനിറ്റിന് ശേഷം 5-6 ആൾക്കാർ വന്നിട്ട് ഒരു തല്ലാണ് ഉണ്ടായത്. ഇവർ ഓടിപ്പോയി അടുത്തുണ്ടായിരുന്ന പോലീസുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോ പോലീസുകാരും ലോക്കൽസിനോട് കൂടിയിട്ട് ഒരു തല്ലി. എന്നിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മേടിച്ച് അവർക്ക് കൊടുക്കാൻ നോക്കിയപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ അത് ആ ഫോൺ മേടിച്ചിട്ട് ഓടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുരുതര പരിക്കാണോ? ഗുരുതര പരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാട്ടിയും കൊണ്ടും ബൂട്ടും കൊണ്ടൊക്കെയാണ് ഇവർ അടിച്ചത്. മുഖത്ത് പാടുണ്ട്. ഇവരുടെ മുണ്ടൊക്കെ ഉരിഞ്ഞിട്ടാണ് ഇവരെ ചവിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലീസുകാര്. അപ്പോ ഇവര് മുണ്ടെടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവര് പറഞ്ഞു ഹിന്ദി അറിയില്ലാന്ന്. അപ്പോ അത് കേട്ടപ്പോഴാണ് ഇവര് കൂടുതൽ തല്ലിയിട്ടുണ്ടായിരുന്നത് ഇവരെ. അപ്പോ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇവരെ മർദ്ദിക്കുണ്ടായത്. ബൂട്ട് വെച്ചിട്ട് മുഖത്ത് ചവിട്ടി, നെഞ്ചത്ത് ചവിട്ടി, വയറ്റിൽ ചവിട്ടി, പിന്നെ ഫൈബർ ലാട്ടിയും കൊണ്ടാണ് അടിച്ചത്. അപ്പോ പുറമെ പരിക്കൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് വേദനയും മറ്റും ഇപ്പൊ MLC ചെയ്തിട്ടുണ്ട് നമ്മള്. ഓക്കെ, ഇതിപ്പോ ഇവര് പുതിയ ആൾക്കാരാണ്, ഡൽഹിയിൽ പുതിയ ആൾക്കാരും കൂടിയാണ് അല്ലേ? അതെ അതെ, ഡൽഹിയിൽ വന്നിട്ട് ഇപ്പൊ 2-3 MP-യുടെ ഇടപെടൽ എങ്ങനെയാണ് നോയൽ? ഇപ്പോ നമ്മള് റഹീംക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, രാജ്യസഭ MP ആയിട്ടുള്ള. മൂപ്പര് പറയണ്ടായി കൊടുക്കണ്ട ലോക്സഭന്റെ അകത്തും മറ്റും. പിന്നെ നമ്മള് ബാക്കി ഇപ്പൊ DC എനിക്ക് നമ്മള് മെയിൽ അയച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, കാണാൻ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇവര് ഹോസ്പിറ്റലൈസ്ഡ് ആണോ? അല്ലല്ല, നമ്മൾ ഇന്നലെ രാത്രി പോയിട്ടാണ് നമ്മൾ MLC ചെയ്തത്. അപ്പോ ഹോസ്പിറ്റലൈസ്ഡ് അല്ല, എന്താ വിസിബിളി പരിക്കണമൊന്നുമില്ല. ഇത് ആ ലൊക്കാലിറ്റിയിൽ ഇത് സ്ഥിരം സംഭവമാണോ? ഇങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഈ ലോക്കൽസിന്റെ ഭാഗത്ത് നിന്ന്? മലയാളി വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഒരു രീതിയിൽ റേസിസം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലോക്കൽസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം പല രീതിയിലുള്ള ആൾക്കാർ, പല ഭാഗങ്ങളിലുള്ള ആൾക്കാരും ഡൽഹിയിലുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ മുണ്ടെടുത്ത് നടക്കുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ ഹിന്ദി ഭാഷ അറിയാത്തതിന്റെ പേരിലോ മറ്റോ മലയാളി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ബാക്കി സംസ്ഥാനത്തിന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും വടക്കിഴക്ക് സംസ്ഥാനത്തിന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു രീതിയിലുള്ള റേസിസം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതെ, ഇതില് കോളേജിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? കോളേജിന്റെ പുറത്താണ് വിഷയം നടന്നത്, അതുകൊണ്ട് തന്നെ കോളേജിന് പ്രത്യേകമായിട്ട് ഇടപെടാൻ ഒന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഡൽഹി പോലീസ് തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹയർ അതോറിറ്റീസിന്റെ അടുത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അടുത്ത് മറ്റും. അതെ അതെ, ഓക്കെ, താങ്ക് യു നോയൽ പ്രതികരിച്ചതിന്. SFIയുടെ ഡൽഹി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായി, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഹയർ ഒഫീഷ്യൽസ്, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാരെ ഉൾപ്പെടെ സമീപിച്ച് ഇതിലൊരു നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.